നീ നിന്റെ അപ്പനോട് പറയണം എനിക്ക് സ്ത്രീധനം തരണ കാര്യം വെച്ചിട്ട് വെറുതെ ടെൻഷൻ അടിക്കരുതെന്ന്. എടി നെഞ്ചത്ത് ചങ്കൂറ്റുള്ളവനാണ് ഞാൻ. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിന് നോക്കും. നിന്നെപ്പോലെ ഒരു തങ്കക്കുടത്തിനെ നോക്കി നടന്നത്. എന്റെ ഡാഡിക്ക് എന്തായാലും നിന്നെ ഇഷ്ടാവും. എനിക്കൊരു ബൈക്ക് എടുത്താലാ? നമുക്ക് ഈ വളവിടെ വിൽക്കാം, എന്നിട്ട് ഒരു പുതിയ ബൈക്ക് എടുക്കാം. അപ്പൊ നമുക്ക് രണ്ടുപേർ കൂടി കെട്ടിപ്പിടിച്ച് ബൈക്കിൽ പോവാലോ? ഏത് ഒരു രാജമല്ലി വിടരുന്ന. നമുക്കൊരു പുതിയ കാർ എടുത്താലാ? വെറുതെ എന്തിനാ ഈ ബൈക്കിൽ വെയിലൊക്കെ കൊണ്ടുപോണേ? കാറാകുമ്പോ നമുക്ക് AC കിട്ടി പൊളിക്കാലോ. നീ നിന്റെ അപ്പനോടൊന്ന് പറ ഒരു 5 ലക്ഷം രൂപ തരാനായിട്ട്. നീ കൊറേ നാളെ എന്റെ അപ്പനായിട്ട് പിരിയണു. എടി അതെ, നിന്റെ അപ്പൻ്റെ കുരുടുമുക്കിലെ 10 സെന്റ് സ്ഥലമില്ലേ, അത് നമ്മൾ തരാൻ പറ. നമുക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം, ലൈഫ് സെറ്റിൽ ആവും. എന്റെ ഫ്രണ്ട് അഞ്ജുന്റെ കല്യാണം അടുത്ത ആഴ്ച. നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? എത്ര സ്ത്രീധനം കൊടുക്കുന്നവര്? മഞ്ജു ചേച്ചി പറഞ്ഞത് 50 ലക്ഷം ഒരു കാറിനാ. 50 ലക്ഷം ഒരു കാറോ? നാണാവൂലി ഇവനൊക്കെ ഈ സ്ത്രീധനം മേടിച്ച് ഞണ്ണാനെ. നിർത്തടാ. 5 വർഷം കൊണ്ട് നീ എന്റെ അപ്പനെ എത്ര രൂപ പറ്റിച്ചെന്നറിയോ? എന്നിട്ട് നിനക്ക് സ്ത്രീധനം വാങ്ങാൻ പുച്ഛല്ലേ? എന്നാ പിടിച്ചോ നീ ലിസ്റ്റ്. ഭർത്താവ് മുക്കിയത് വള 2 പവൻ, 2,75,000, 10 സെന്റ് സ്ഥലം, 30 ലക്ഷം, ആകെ മൊത്തം 1,32,63,512 രൂപ 80 പൈസ നീ മുക്കി. നമ്മൾ ഈ കല്യാണത്തിന് മുമ്പ് വാങ്ങണതല്ലേ സ്ത്രീധനം? കല്യാണം കഴിഞ്ഞുമ്പോ വാങ്ങുമ്പോ അതൊരു ധനസഹായം അല്ലേ?